നന്തങ്കോട് നടന്ന കൂട്ടക്കൊലപാതകത്തിന് കാരണം മാതാപിതാക്കൾ കേഡലിനോട് അവഗണന കാട്ടിയതിനെ തുടർന്നെന്ന് പോലീസ്. എന്നാൽ ആ വീട്ടിലെ സാഹചര്യം അങ്ങനെയായിരുന്നില്ലെന്ന് വീട്ടുജോലിക്ക് നിന്നിരുന്ന രജിത. ചില സമയത്ത് ഉച്ചയ്ക്ക് എല്ലാവരും 4 പേരും ഒത്തുവരും, തിന്നു അങ്ങ് പോകും. അവിടെ സംസാരിക്കുന്നതോ അവിടെ ചണ്ട പിടിക്കുന്നതോ ഒന്നും നമുക്ക് കേൾക്കാൻ പറ്റില്ല, അറിയില്ല. അവൻ ആരുടെ അങ്ങനെ സംസാരിക്കുന്നതൊന്നും ഞാൻ കേട്ടിട്ടില്ല, വെളിയിൽ പോണതും കണ്ടിട്ടില്ല. വീടിനകത്ത് കറുത്ത വസ്ത്രം ധരിച്ച് ഒറ്റയ്ക്കിരിക്കുമായിരുന്നു കേഡൽ. ഞാൻ വന്ന് 1 മാസമായി. ഇവൻ കുളിക്കണം നനയ്ക്കണമെന്ന് അറിഞ്ഞൂടാ. ഇവൻ ഈ ഡ്രസ്സ് തന്നെയല്ലേ ഇട്ടിരിക്കണം, എപ്പോഴും ഈ കറുത്ത ഡ്രസ്സ് ഇട്ടുകൊണ്ടിരിക്കണം. ഇവൻ ചിലപ്പം തന്നെ വീട്ടിനകത്തിരിക്കും, ആ റൂമിനകത്ത്. കൂട്ടുകാരും വന്ന് ഇതുവരെ ഞാൻ പോയിട്ട് ഒരു കൂട്ടുകാർ പോലും ഞാൻ വന്നത് കണ്ടിട്ടില്ല. ആദ്യ കൊലപാതകം നടന്ന ദിവസം തങ്കുവാൻ്റെ മമ്മിയുടെ കൂട്ടുകാർ അമേരിക്കയിൽ നിന്ന് വന്നിരുന്നു. മമ്മി ഇനി 20-ാം തീയതി പോവല്ലേ, അതുകൊണ്ട് അവർ കോവളത്ത് പോയിരിക്കണമെന്ന് പറഞ്ഞു. ഇവൻ പറഞ്ഞ് അത് നിങ്ങളിന്ന് കിടക്കുക, അവർ നിങ്ങൾ വരുമ്പോൾ നിങ്ങൾ വിളിച്ച് കാത് തുറന്നു കൊടുക്കുമോ, അത് അവർ വന്ന് വിളിക്കുമ്പോൾ ഞാൻ കാത് തുറന്നു കൊടുക്കാം, നിങ്ങൾ പോയി കിടക്കുകയെന്ന് പറഞ്ഞു. വെള്ളിയാഴ്ച കേഡൽ കാഴ്ചയില്ലാത്ത ബന്ധുവിനെ കൊല ചെയ്യുന്നു. ഒരു 1-1:30 മണിയായപ്പം ഒരേ ബെഡ്റൂൾ നാറ്റം. ഞാൻ ചോറ് തിന്നാൻ പോകാണ്ട് ചോറെടുത്തപ്പോൾ ഒരേ ബെഡ്റൂൾ നാറ്റം. അപ്പം ഞാൻ ചോദിച്ചത് എന്തൊരു ബെഡ്റൂൾ നാറിന് കുട്ടാ, എന്തൊരു ബെഡ്റൂൾ നാറിന് കേട്ടപ്പോൾ അത് വേസ്റ്റ് അരിച്ചതെന്ന് പറഞ്ഞു. കൊല നടത്തിയ ശേഷം കേഡൽ വീടിന് തീ വെക്കുന്നു. വെള്ളിയാഴ്ച ആ വീട്ടിൽ താനുമുണ്ടായിരുന്നെങ്കിൽ തന്റെ ജീവനും കേഡൽ എടുത്തേനെയെന്ന് രജിത. എനിക്കങ്ങനെ തോന്നുന്നുണ്ട്, അങ്ങനെ തോന്നി. ഞാൻ ഇങ്ങനെ ചോദിച്ചാണ്ട് ഞാൻ അന്ന് രാത്രി കിടന്നിരുന്ന് എന്നെ ഇവൻ കൊല്ലുമായിരുന്നല്ലോ എന്നുള്ള ഒരു പേടി എനിക്കുണ്ടായിരുന്നു. ജീവിത പ്രാരാബ്ധം കൊണ്ടാണ് ജോലിക്ക് പോയത്. പക്ഷേ ഇപ്പോൾ ജീവിക്കാൻ പോലും മാർഗമില്ല. വയ്യാതെ കിടക്കുന്ന പോയി നിന്നാൽ 10,000 രൂപ ശമ്പളം തരുമല്ലോ, നിറച്ച് കടമുണ്ട്. ഈ കടത്തിനെങ്കിലും മീട്ട അങ്ങേർക്കും വയ്യ, മോൻ പഠിക്കുന്നു, ഇനി അവൻ്റെ പഠിലേക്ക് കൊണ്ട് ഇങ്ങനെ കടം വയ്ക്കുന്നത് എന്ന് വിചാരിച്ചാണ് ഇറങ്ങിയത്. ഇവിടെ വന്നപ്പോൾ ആളുകളെല്ലാം അയ്യോ ഇങ്ങനെ നടന്നിങ്ങനെ പോയി, നിനക്ക് ഇങ്ങനെ പറ്റിയല്ലോ എന്ന്, അതൊരു സങ്കടം. ക്യാമറാമാൻ പ്രേം ശശിക്കൊപ്പം ജിഷ കല്ലിങ്കൽ, മാതൃഭൂമി ന്യൂസ്.